ഹായ് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ ഏജൻസി? ഇത് നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ എവിടേക്കാണ് വരുന്നത്? നമുക്ക് നോക്കാം അല്ലേ? നമുക്ക് വളരെ സിമ്പിളായൊരു ചോദ്യം വെച്ച് തുടങ്ങാം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എപ്പോഴെങ്കിലും മറ്റൊരാളുടെ സഹായം വേണ്ടി വന്നിട്ടുണ്ടോ? ചിലപ്പോൾ ഒരു പ്രോപ്പർട്ടി ഡീലിന്, അല്ലെങ്കിൽ ഒരു നിയമപരമായ കാര്യത്തിന്, അങ്ങനെ എന്തെങ്കിലും. അതെ, അങ്ങനെ നിങ്ങളൊരാളെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ നിങ്ങളും അവരും തമ്മിലൊരു ബന്ധമുണ്ടാകുമല്ലോ. നിയമം അതിനെ വിളിക്കുന്ന പേരാണ് ഏജൻസി. ഇതില് രണ്ടാൾക്കാരാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന്, ജോലി ഏൽപ്പിക്കുന്ന നിങ്ങൾ, അതായത് പ്രിൻസിപ്പൽ. പിന്നെ ആ ജോലി ചെയ്യുന്നയാൾ അഥവാ ഏജന്റ്. ഈ ഏജൻസി എന്ന കോൺസെപ്റ്റിന്റെ എല്ലാം അടിസ്ഥാനം ഒരു ലാറ്റിൻ വാക്യമാണ്: ക്വി ഫാസിറ്റ് പെർ ഏലിയം ഫാസിറ്റ് പെർ സേ. കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നും. പക്ഷെ സംഭവം സിമ്പിളാണ്. അതിന്റെ അർത്ഥം ഇത്രയേയുള്ളൂ: മറ്റൊരാളിലൂടെ പ്രവർത്തിക്കുന്നയാൾ സ്വയം പ്രവർത്തിക്കുന്നു. അതായത് നിങ്ങളുടെ ഏജന്റ് ചെയ്യുന്നൊരു കാര്യത്തിന് നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി. ഏജന്റിന്റെ ആക്ഷൻ അത് പ്രിൻസിപ്പലിന്റെ ആക്ഷനായിട്ടാണ് നിയമം കാണുന്നത്. ശരി, അപ്പൊ ആരാണ് ഈ കളിയിലെ കളിക്കാർ? അതായത് ആർക്കൊക്കെ ഒരു പ്രിൻസിപ്പൽ ആകാം, ആർക്കൊക്കെ ഒരു ഏജന്റ് ആകാം? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഇതിനെപ്പറ്റി വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. ആക്ടിലെ സെക്ഷൻ 183 പറയുന്നത് ഒരു പ്രിൻസിപ്പൽ ആകണമെങ്കിൽ ആൾക്ക് പ്രായപൂർത്തിയായിരിക്കണം, പിന്നെ നല്ല മാനസികാരോഗ്യവും വേണം. സിമ്പിൾ. പക്ഷേ ഏജന്റിന്റെ കാര്യം അങ്ങനെയല്ല. സെക്ഷൻ 184 അനുസരിച്ച് ആർക്ക് വേണമെങ്കിലും ഒരു ഏജന്റ് ആകാം. പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഒരു പ്രായപൂർത്തിയാകാത്ത ആളോ അല്ലെങ്കിൽ മാനസികമായി ബുദ്ധിമുട്ടുള്ള ആളോ ആണ് ഏജന്റെങ്കിൽ അവരുടെ പ്രവൃത്തികൾക്ക് അവർക്ക് പ്രിൻസിപ്പലിനോട് പേഴ്സണലായി യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടാവില്ല. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇനി ഈ വിഷയത്തിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ നിയമം വരുന്നത് സെക്ഷൻ 185ലാണ്. ഒരു ഏജൻസി ബന്ധമുണ്ടാക്കാൻ പ്രതിഫലം, അതായത് കൺസിഡറേഷൻ വേണമെന്നില്ല. 0. അതായത് പൈസ കൊടുക്കാതെ തന്നെ നിയമപരമായിട്ടുള്ള ഒരു ഏജൻസി റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഏജന്റുമാരെ പലതായിട്ട് തരംതിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ അവർക്ക് കിട്ടിയിരിക്കുന്ന പവറിന്റെ, അതായത് അധികാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിലാദ്യത്തേതാണ് സ്പെഷ്യൽ ഏജന്റ്. പേര് പോലെ തന്നെ ഒരു സ്പെഷ്യൽ കാര്യത്തിനു വേണ്ടി മാത്രം നിയമിക്കുന്ന ആളാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഓപ്ഷന് പോയി ഒരു പ്രത്യേക പെയിന്റിംഗ് വാങ്ങി വരാൻ നിങ്ങൾ ഒരാളെ ഏൽപ്പിക്കുന്നു. ആ ജോലി കഴിഞ്ഞാൽ അവരുടെ റോളും കഴിഞ്ഞു. അത്രയുള്ളൂ. രണ്ടാമത്തേത് ജനറൽ ഏജന്റ്. ഇത് കുറച്ചുകൂടി വൈഡാണ്. ഒരു പ്രത്യേക ബിസിനസ്സിലെ എല്ലാ കാര്യങ്ങളും നോക്കാൻ അധികാരമുള്ള ആളാണിത്. ഒരു ടെക്സ്റ്റൈൽ മില്ലിന്റെ മാനേജരെ ഓർത്തു നോക്കൂ. ആ ബിസിനസ്സിന് വേണ്ട സാധനങ്ങൾ വാങ്ങുന്നത് മുതൽ അവിടെയുള്ളവരുടെ ശമ്പളം കൊടുക്കുന്നതും സാധനങ്ങൾ വിൽക്കുന്നതും വരെയുള്ള എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരൻ ചെയ്യും. ഇനി മൂന്നാമത്തെയാൾ യൂണിവേഴ്സൽ ഏജന്റ്. ഇവരാണ് ഏറ്റവും പവർഫുൾ. ഇവരുടെ അധികാരം എന്ന് പറയുന്നത് ഒരു ലിമിറ്റുമില്ലാത്തതാണ്. സാധാരണയായി ഒരു ജനറൽ പവർ ഓഫ് അറ്റോർണി കൊടുത്താണ് ഇവരെ നിയമിക്കുന്നത്. നിങ്ങൾ വിദേശത്തേക്ക് പോവുകയാണെന്ന് വെക്കുക. അപ്പോ നിങ്ങളുടെ ഇവിടത്തെ സ്വത്തും ബാങ്ക് കാര്യങ്ങളും എല്ലാം നോക്കാൻ ഒരാളെ ഏൽപ്പിക്കുന്നു. അതാണ് യൂണിവേഴ്സൽ ഏജന്റ്. ശരി, അധികാരത്തിന്റെ കാര്യം നമ്മൾ നോക്കി. ഇനി നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. ഇത് കച്ചവട ലോകത്ത്, അതായത് ബിസിനസ് ഫീൽഡിൽ കാണുന്ന ഏജന്റുമാരെക്കുറിച്ചാണ്. ഇവരെ നമ്മൾ മെർക്കന്റൈൽ ഏജന്റ്സ് എന്ന് പറയും. അതിലാദ്യത്തെ ആളാണ് ഫാക്ടർ. ആരാണ് ഫാക്ടർ? സാധനങ്ങൾ സ്വന്തം കയ്യിൽ വെച്ച് വിൽക്കാൻ അധികാരമുള്ള ഏജന്റാണ് ഫാക്ടർ. ഉദാഹരണത്തിന്, ഒരു കർഷകൻ തന്റെ വിളവ് ഒരു സിറ്റിയിലുള്ള വ്യാപാരിക്ക് വിൽക്കാൻ വേണ്ടി അയക്കുന്നു. ആ വ്യാപാരി അത് സ്റ്റോർ ചെയ്ത് നല്ല വില കിട്ടുമ്പോൾ വിൽക്കുന്നു. ഇവിടെ ആ വ്യാപാരി ഒരു ഫാക്ടറാണ്, കാരണം സാധനം അയാളുടെ കയ്യിലാണിരിക്കുന്നത്. അടുത്തത് ബ്രോക്കർ. ഫാക്ടറിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ്. ബ്രോക്കറുടെ കയ്യിൽ സാധനങ്ങൾ ഉണ്ടാവില്ല. വാങ്ങുന്നയാളെയും വിൽക്കുന്നയാളെയും തമ്മിൽ കണക്ട് ചെയ്യുക എന്നത് മാത്രമാണ് ബ്രോക്കറുടെ ജോലി. ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറെ ആലോചിച്ചാൽ മതി. ലാൻഡ് പുള്ളിയുടെ കയ്യിലല്ലല്ലോ, പക്ഷേ കച്ചവടം നടക്കാൻ സഹായിക്കുന്നത് അദ്ദേഹമാണ്. അപ്പോ ഇതാണ് ഫാക്ടറും ബ്രോക്കറും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. മറക്കരുത്, ഫാക്ടറുടെ കയ്യിൽ ഗുഡ്സ് ഉണ്ടാവും, ബ്രോക്കറുടെ കയ്യിൽ ഗുഡ്സ് ഉണ്ടാവില്ല. സിമ്പിൾ. ഇനി കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് ആയ ഒരാളുണ്ട്, ഡെൽ ക്രെഡിറ്റർ ഏജന്റ്. ഇവർക്കൊരു എക്സ്ട്രാ കമ്മീഷൻ കിട്ടും. എന്തിനാണെന്നോ, സാധനങ്ങൾ കടമായി വാങ്ങുന്നയാൾ പണം തന്നില്ലെങ്കിൽ ആ പണം ഞാൻ തന്നോളാം എന്ന പ്രിൻസിപ്പിളിന് ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നതിനാണ്. റിസ്ക് എടുക്കുന്നതിന് ഒരു എക്സ്ട്രാ ഫീ. അത്രയുള്ളൂ. അവസാനമായി ഓപ്ഷനിയർ, ലേലക്കാരൻ. എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ഒരു പൊതു ലേലത്തിൽ സാധനങ്ങൾ വിൽക്കുന്ന ഏജന്റ്.
ഏറ്റവും കൂടുതൽ വില പറയുന്ന ആൾക്ക് സാധനം വിൽക്കുന്നു. സർക്കാർ പിടിച്ചെടുക്കുന്ന വണ്ടികളൊക്കെ ലേലം ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അതാണ് സംഭവം. ഇനി ബിസിനസ് ലോകത്ത് നിന്നും നമുക്ക് നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിലേക്ക് വരാം. സാധനങ്ങൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യാത്ത, പക്ഷെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചില ഏജന്റുമാരുണ്ട്. ഇവരെ നമുക്ക് നോൺ മെർക്കന്റൈൽ ഏജന്റ്സ് എന്ന് വിളിക്കാം. ഇതിലേറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ വക്കീലന്മാർ. നമ്മൾ വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്താൽ അവർ നമുക്ക് വേണ്ടി കോടതിയിൽ വാദിക്കും. അതുപോലെ ഇൻഷുറൻസ് ഏജന്റ്മാർ, പോളിസി എടുക്കാൻ നമ്മളെ സഹായിക്കുന്നവർ. ഇനി നിയമം തന്നെ ഭാര്യയെ ചില സാഹചര്യങ്ങളിൽ ഭർത്താവിന്റെ ഏജന്റായി കാണുന്നുണ്ട്. വീട്ടിലെ ആവശ്യങ്ങൾക്ക് കടം പറഞ്ഞാൽ അത് കൊടുക്കാൻ ഭർത്താവിന് ബാധ്യതയുണ്ട്. ഏജന്റ് എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് കൺഫ്യൂഷൻ വരുന്ന 2 വാക്കുകളുണ്ട്. ഒന്ന് വേലക്കാരൻ അല്ലെങ്കിൽ സെർവന്റ്, 2 ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടർ. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഏജന്റും വേലക്കാരനും. ഒറ്റനോട്ടത്തിൽ ഒരുപോലെ തോന്നാം, പക്ഷെ നിയമത്തിൽ വലിയ വ്യത്യാസമുണ്ട്. മെയിൻ ഡിഫറൻസ് കൺട്രോളിലാണ്. ഒരു വേലക്കാരൻ എപ്പോഴും യജമാനന്റെ ഡയറക്റ്റ് കൺട്രോളിലും സൂപ്പർവിഷനിലുമാണ് ജോലി ചെയ്യുന്നത്. എന്നാൽ ഏജന്റിന് കുറച്ചുകൂടി സ്വാതന്ത്ര്യമുണ്ട്. ഏജന്റ് പ്രിൻസിപ്പളിന് വേണ്ടി കരാറുകളുണ്ടാക്കുന്നു, വേലക്കാരൻ സേവനം നൽകുന്നു. അതാണ് പോയിന്റ്. ഇനി ഏജന്റും ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടറും. ഒരു വീട് പണിയാൻ നമ്മൾ ഏൽപ്പിക്കുന്ന കോൺട്രാക്ടർ ഒരു ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടറാണ്. അയാൾക്ക് ആ പണി തീർക്കുക എന്ന ലക്ഷ്യമേ ഉള്ളൂ. അയാൾ നമ്മുടെ പ്രതിനിധിയല്ല. പക്ഷെ ഒരു ഏജന്റ് അങ്ങനെയല്ല. ഏജന്റ് എപ്പോഴും പ്രിൻസിപ്പളിന്റെ ഒരു പ്രതിനിധിയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ഒരു ടേബിളിൽ ഒതുക്കിയിട്ടുണ്ട്. അധികാരത്തിന്റെ അടിസ്ഥാനത്തിലും പിന്നെ അവർ ജോലി ചെയ്യുന്ന ഫീൽഡിന്റെ അടിസ്ഥാനത്തിലും ഏജന്റുമാരെ എങ്ങനെ തരംതിരിക്കാമെന്ന് ഇതിൽ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇത് ഓർത്തുവെച്ചാൽ ഇനി നിങ്ങൾ ആരുമായിട്ടാണ് ഡീല് ചെയ്യുന്നതെന്ന് ഈസിയായിട്ട് തിരിച്ചറിയാം. അപ്പോ ഏജന്റുമാരുടെ ഈ പലതരം ക്ലാസിഫിക്കേഷൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനിയൊന്ന് ആലോചിച്ചു നോക്കിയേ, ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ഏജന്റുമായിട്ട് ഇടപെട്ടിട്ടുണ്ടോ? ഒരുപക്ഷെ ഒരു ഇൻഷുറൻസ് ഏജന്റ് അല്ലെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. നമ്മുടെ ജീവിതത്തിൽ നിയമം എത്രത്തോളം ഇൻവോൾവ് ആണെന്നുള്ളതിന്റെ ഒരു ചെറിയ ഉദാഹരണം കൂടിയാണിത്. അപ്പോൾ അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.